നമസ്കാരം. പാകിസ്ഥാനിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും അതോടൊപ്പം തന്നെ ഓരോ മന്ത്രിമാർക്കും ഓരോ ദിവസം കഴിയുന്തോറും വലിയ രീതിയിൽ ഒരു നെഞ്ചിടിപ്പാണ് ഉണ്ടാകുന്നത്. കാരണം ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ആക്രമണത്തിൽ പാകിസ്ഥാൻ പതറുകയാണ്. പാകിസ്ഥാൻ ആർമിയിൽ നിന്നും സൈനികർ തന്നെ കൂട്ടത്തോടെ സ്വയം അവർ രാജിക്കത്തുകൾ മേലധികാരന്മാർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ ഒളിച്ചോടുകയാണ് പാകിസ്ഥാനിൽ നിന്നും. കൂടാതെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാന്റെ അകത്ത് തന്നെ വലിയ രീതിയിൽ ഒരു ഭീകരാക്രമണം നടത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സമനില തെറ്റുന്ന അവസ്ഥയിലേക്കാണ് പാകിസ്ഥാനിലെ ഓരോ ഭരണാധികാരികളുടെയും കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നും ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നു. അത് കര, നാവിക, വ്യോമ സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണമുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നയതന്ത്ര രീതിയിലൊരു ആക്രമണം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ പാകിസ്ഥാന്റെ അകത്ത് നിന്ന് തന്നെ ബലൂചിസ്ഥാൻ ആർമിയുടെ നേതൃത്വത്തിൽ ഒരു ഭീകരാക്രമണം നടത്തുന്നു. അതായത് രണ്ട് സ്ഥലത്ത് നിന്നും പാകിസ്ഥാന് ആക്രമണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ പാകിസ്ഥാനിലെ മന്ത്രിമാർ ഇന്ത്യക്ക് നേരെ ഓരോ ദിവസവും ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിലും അടുത്ത സ്പോട്ടിൽ ഇന്ത്യ അതിനൊരു മറുപടി ശക്തമായി തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ലോക രാജ്യങ്ങളിൽ ചെന്നിട്ട് നേതാക്കളെ കണ്ട ഭാരതത്തോടൊന്ന് സംസാരിച്ച് യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി കാല് പിടിക്കുന്നുണ്ട് എങ്കിലും ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് ഒപ്പമാണ്. നിലവിൽ പാകിസ്ഥാനിൽ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രിക്ക് പോലും സുരക്ഷ ഇല്ല എന്നതാണ് വ്യക്തം. ഇമ്രാൻഖാന് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ പോലും ശക്തമായ നടപടി എടുക്കുകയോ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു നടപടിയിലേക്ക് കൈക്കൊള്ളാനൊന്നും തന്നെ ഇമ്രാൻഖാൻ തയ്യാറായില്ല. ഇപ്പോൾ ഇമ്രാൻഖാന് ജയിലിലിട്ട് തന്നെ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് കസ്റ്റഡിയിൽ ലൈംഗിക പീഡനം ഏറ്റു എന്ന സ്ഥിരീകരണവുമായി പാക് എമിറേറ്റ്സ് മിലിറ്ററി ആശുപത്രിയുടെ രേഖകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ട്വിറ്ററിലാണ് ഇതിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സംഭവത്തിൽ പാകിസ്ഥാന്റെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ലൈംഗിക ആക്രമണത്തിൽ അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റു എന്ന മെഡിക്കൽ രേഖകളാണ് പ്രചരിക്കുന്നത്. സാമ്പത്തിക തിരിമറി കേസിലാണ് ഇമ്രാൻഖാൻ ജയിലിൽ കഴിയുന്നത്. ഇമ്രാൻഖാനെ 14 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കാണ് പാകിസ്ഥാനിലെ അഴിമതി വിരുദ്ധ കോടതി വിധിച്ചിരിക്കുന്നത്. അൽ ഖാദിറുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട് കേസിലാണ് ഇമ്രാൻഖാനെ ശിക്ഷിച്ചത്. ഖാന്റെ അൽ ഖാദിർ യൂണിവേഴ്സിറ്റി പ്രൊജക്ട് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അധികാര ദുർവിനിയോഗവും അഴിമതിയും സംബന്ധിച്ച കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വെള്ളിയാഴ്ച 14 വർഷം വരെ തടവും ഭാര്യ ബുഷ്ര ബീബിക്ക് 7 വർഷം വരെ തടവും കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന് വലിയ രീതിയിൽ ഒരു നാണക്കേട് തന്നെയാണ് ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ബലാത്സംഗത്തിന് ഇരയായി പരിക്കേറ്റ് ആശുപത്രിയിലുള്ളത് പാകിസ്ഥാന്റെ മിലിറ്ററി ആശുപത്രിയിൽ കിടക്കുന്നുവെന്ന വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ അത് വ്യാജ വാർത്തയാണ് എന്നാണ് ആദ്യം പാകിസ്ഥാനിലെ മന്ത്രിമാർ തന്നെ പറഞ്ഞത്. എന്നാൽ അവസാനം ആ വാർത്ത വ്യാജമല്ല, ആ വാർത്ത സത്യമാണെന്ന് പാകിസ്ഥാൻ ആർമി തന്നെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടു. നിലവിൽ പാകിസ്ഥാൻ മിലിറ്ററി ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞുകൊണ്ട് പാക് ആർമി തന്നെ ഒരു വിശദമായ മെഡിക്കൽ ബുള്ളറ്റിൻ രേഖകളടക്കം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതോടെ നാണം കെട്ടൊരവസ്ഥയിലേക്ക് ഷഹബാസ് ഷെരീഫ് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.